يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله ذي الفضل والإحسان، أكرمنا بالعشر الأواخر من رمضان فجعلها فرصة لمضاعفة الحسنات والفوز بالجنات، فلله الحمد رب الأرض والسماوات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ മൂന്നിൽ 2 ഭാഗവും വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് അതിൻ്റെ അവസാന ദിനങ്ങളാണ്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെ റബ്ബിൻ്റെ മുമ്പിൽ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യ രാത്രിയെ പ്രതീക്ഷിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണോദ്ഘാടനം നടന്നത് റമദാനിലാണെന്ന് നമുക്കറിയാം, ഷഹ്റു റമദാൻ. അതിൽ തന്നെ ഏതാണ് ആ രാത്രിയെന്നും, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രിയിൽ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചു. ആ മഹത്വമേറിയ രാവ് അന്നത്തോടുകൂടി അവസാനിച്ചു പോയതല്ല. എല്ലാ വർഷവും അതിൻ്റെ മഹത്വം കടന്നു വരുന്നുണ്ട്. ചിലരൊക്കെ ഖദറിന്റെ രാത്രി അത് അന്ന് കഴിഞ്ഞുപോയി, ഇനി അത് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് വസ്വാസാക്കുന്നവരുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുദ് ദുഖാനിൽ, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ യുക്തിമത്തായ എല്ലാ കാര്യങ്ങളും ആ രാത്രിയിൽ വിവേചിച്ച് കൃത്യമായി തന്നെ വിഭജിച്ച് തീരുമാനിക്കപ്പെടുന്നു എന്നാണ്. അതേപോലെ സൂറത്തുൽ ഖദ്റിൽ പറഞ്ഞത്, തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാവും അഥവാ മലായികത്തുകളുടെ ലീഡറായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന്, എത്രയാണെന്ന് നമുക്കറിയില്ല, മലായികത്തുകൾ വാനലോകത്തു നിന്ന് ഭുവനലോകത്തേക്കുള്ള പ്രവാഹം നടക്കുന്ന സർവശക്തനായ റബ്ബ് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ
അംറം മിൻ ഇൻദിനാ, നമ്മുടെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുവാൻ അന്നത്തെ രാത്രി അള്ളാഹു എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്ന ദിവസമാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മലായികത തിൽക്കൽ ലൈലത ഫിൽ അർളി അക്സറു മിൻ അദദിൽ ഹസാ. ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണം എത്രയാണോ അതിനേക്കാളും അപ്പുറമാണ്, അതിനേക്കാളും അധികമാണ് ആ രാത്രിയിലെ മലായികത്തുകൾ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നതിന്റെ എണ്ണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറഞ്ഞുകൊണ്ട്, അവരുടെ പ്രാർത്ഥനകൾക്ക് അവർക്ക് വേണ്ടി ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട്, സലാമുൻ, അത് ശാന്തിയുടെ സമാധാനത്തിന്റെ രാത്രിയാണ്, സുരക്ഷിതത്വത്തിന്റെ രാത്രിയാണ്. ഫജർ, പ്രഭാതോദയം വരെ അത് നീണ്ടു നിൽക്കുന്നു. ഒരു രാത്രിയാണ്. ആ രാത്രി എപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിന്റെ അവസാന 10 ദിവസങ്ങളിലും നിങ്ങൾ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കണം. ആളുകളുടെ തെറ്റിദ്ധാരണകളോ ധാരണകൾക്കോ അനുസരിച്ചല്ല ഖദറിന്റെ രാത്രി തീരുമാനിക്കേണ്ടത്. 21-ാം രാവ് മുതൽ പ്രതീക്ഷിക്കാം. ഇന്നലെയായിരുന്നു 21-ാം രാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇനി വരുന്ന ഇന്ന് 22-ാമത്തെ രാവാണ്. ഇങ്ങനെ പോകും. ഒറ്റയായി വരുന്ന രാവുകളുമുണ്ട്, ഇരട്ടയായി വരുന്ന രാവുകളുമുണ്ട്. ഏറെയും അതിന്റെ പ്രതീക്ഷിക്കാൻ സാധ്യത കാണുന്നു 27-ാം രാവ് അല്ലെങ്കിൽ 21-ാം രാവ്. പല അഭിപ്രായങ്ങളും പറഞ്ഞവരുണ്ട്. എന്താണ് അങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ കാരണം? ഒന്നും നിർണയിച്ച് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ട്? അതാഗ്രഹിക്കുന്ന വിശ്വാസികൾ അധ്വാനിച്ചേക്കണം. പണിയെടുത്തവർക്കേ കിട്ടൂ. അതിന്റെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടുവോ അവൻ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ടവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഹുരിമ ഖൈറഹ, ആ ദിവസത്തിന്റെ രാത്രി ആർക്കെങ്കിലും ആ രാവ് തടയപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ്, അവന്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോയി. സർവ നന്മകളും ആ മനുഷ്യന് തടയപ്പെട്ടിരിക്കുന്നു. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, ഭാഗ്യം കെട്ടവനല്ലാതെ, എല്ലാവിധത്തിലുള്ള നന്മകളിൽ നിന്നും മാറ്റിയകറ്റപ്പെട്ടവനല്ലാതെ അതിന്റെ നന്മകളിൽ നിന്ന് തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ആ ഭാഗ്യം കെട്ടവരുടെ ലിസ്റ്റിൽ സാധുക്കളായ നമ്മൾ പെട്ടുപോകാതിരിക്കുവാൻ വളരെയേറെ ശ്രമം നടത്തേണ്ടുന്ന രാവുകളാണിത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത്, ലീവ് എടുക്കാൻ സാധിച്ചുകൊണ്ടാണെങ്കിലും നഷ്ടമാകാത്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഏതെങ്കിലും വിധത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലീവുകൾ മാറ്റിവെച്ചുകൊണ്ട് ലീവ് എടുക്കാറുണ്ട്. നമ്മുടെ ആയുഷ്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു രാവ്, ആ രാവിനെ പ്രതീക്ഷിക്കാവുന്ന അവസാനത്തെ ദിവസങ്ങളിൽ ലീവ് എടുക്കാൻ ആർക്കെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ലീവ് എടുത്തുകൊണ്ടെങ്കിലും രാവിനെ ഹയാത്താക്കുവാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെ വിധത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 ദിനങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മറ്റുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഇല്ലാത്തത്ര കഠിനാധ്വാനമാണ് നിർവഹിച്ചിരുന്നത്. തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തി അവരെയും നന്മകളിൽ ഭാഗവാക്കാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതേപോലെ തന്നെ ഏതെല്ലാം വിധത്തിൽ നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ടോ അതെല്ലാം അവിടുന്ന് ചെയ്തു. ആ രാത്രിയിലെ നിസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് പുണ്യങ്ങളാണ് നമുക്കതിൽ ഓഫർ നൽകപ്പെട്ടിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞല്ലോ. 1000 മാസങ്ങളെക്കാൾ എന്ന് പറയുമ്പോൾ ഒരു 83 വർഷത്തോളം തുടർച്ചയായി ഇബാദത്തെടുക്കാൻ ആർക്കാണ് സാധിക്കുക? 1000 മാസം തുടർച്ചയായി ആർക്കാണ് ഇബാദത്തെടുക്കാൻ സാധിക്കുക? 1000 മാസം എന്ന് നിജപ്പെടുത്തിയില്ല, ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ്. 1000 മാസത്തേക്കാൾ. ആ കാൾ എന്ന് പറഞ്ഞതിന്റെ പരിധി റഹ്മാനായ റബ്ബിനെ അറിയുകയുള്ളൂ. അതാർക്കാണ് ലഭിക്കുക എന്നുള്ളത് റബ്ബിനെ അറിയുകയുള്ളൂ. പക്ഷേ നമുക്ക് അതേത് രാത്രിയാണെന്ന് നമുക്കറിയില്ലെങ്കിലും 10 ദിവസത്തിൽ ഒരു രാത്രി എന്തായാലും അത് സംഭവിക്കും. അതിനെന്ത് വേണം? അതിന് നമ്മൾ എല്ലാ രാത്രികളിലും നാം അത് വളരെ ഗൗരവത്തോടുകൂടെ കാണണം. നമ്മൾ മഗ്രിബിന് മുമ്പ് ഒരു രാവാരംഭിക്കുന്നത് അസ്തമിക്കുന്നതോടുകൂടിയാണ്. അസ്തമനം മുതൽ സൂര്യന്റെ ഉദയം നടക്കുന്നതിൻ്റെയും മുമ്പ് നമുക്ക് ഫജറിന് ബാങ്ക് വിളിക്കും. ആ ബാങ്ക് വിളിക്കുന്നത് വരെ
അതിൻ്റെ മഹത്വം നേടുകയാണ്. അതുകൊണ്ട് ഒരു നിമിഷവും ഒരു സെക്കൻഡും അതിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് സാധ്യമാകുന്നവർ മഗ്രിബിന് മുമ്പേ പള്ളികളിൽ എത്തുക. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കാൻ നമുക്കതിലൂടെ തൗഫീക്ക് കിട്ടുന്നു, മറുപടി പറയാൻ സാധിക്കുന്നു. ആ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ച് അതേപോലെ തന്നെ നമുക്ക് ഉത്തരം പറഞ്ഞ് അതിൻ്റെ ശേഷം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ബാങ്ക് വിളിക്കട്ടവൻ പറയേണ്ടുന്ന ദുആകൾ നിർവഹിക്കുവാൻ സാധിക്കുന്നു. മുത്തു മുസ്തഫയുടെ ശഫാഅത്തിന് യോഗ്യനാകുവാൻ സാധ്യമാകുന്ന പ്രാർത്ഥന. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഇമാമിന്റെ നേരെ പിന്നിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ സഫിലോ നിന്നുകൊണ്ട് ആ മഗ്രിബ് നമസ്കാരം നിർവഹിക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ കൃത്യമായ ആ രൂപത്തിൽ നിസ്കാരം ജമാഅത്ത് ഇമാമിന്റെ കൂടെ തന്നെ നിർവഹിച്ചു കഴിഞ്ഞ് ആ രൂപത്തിൽ തന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടേതായ ദുആകളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഇശാഇന്റെ കാര്യം, ആ ഇശാ ജമാഅത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്, തറാവീഹിനേക്കാൾ പ്രധാനമാണ് 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരങ്ങളിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ ഉനൂത്തിലെ ഒരു പ്രാർത്ഥന കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി യാത്ര ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് 5 നേര നിസ്കാരങ്ങളിൽ ഭക്തി തൊട്ട് തീണ്ടാത്ത നിലക്ക് കേവലം ചില ചടങ്ങുകളായി നിർവഹിക്കുന്നവരെ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം, 5 നേര നിസ്കാരം പ്രധാനമാണ്. അതിൽ തന്നെ ഇശാവും അതുപോലെ തന്നെ ഫജറും. എന്തേ അങ്ങനെ പറയാൻ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅ, ആരെങ്കിലും ഇശാ ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രി പകുതി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ കൂലിയാണവന് ഇശാ ഇമാമിനോടൊപ്പം ജമാഅത്തായി നിർവഹിച്ചാൽ. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, ആരെങ്കിലും അതേപോലെ തന്നെ സുബഹി നമസ്കാരം ഇമാമിന്റെ കൂടെ നിർവഹിക്കുകയും ചെയ്താൽ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെ. അപ്പൊ ഇശാഇന്റെ നിസ്കാരവും ഫജറിന്റെ നിസ്കാരവും ഇമാമിന്റെ കൂടെ നമുക്ക് കിട്ടി. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം. അതിൻ്റെയും പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന റജുല ഇദാ സല്ലാ മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഹുസിബ ലഹു ഖിയാമു ലൈല, ആരെങ്കിലും ഇമാമിന്റെ കൂടെ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുത്ത് ആ നമസ്കാരം തീരുന്നത് വരെ ഇമാമിന്റെ കൂടെ നിന്ന് നിസ്കാരം തീർന്നിട്ട് മാത്രം പിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവനും രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, എത്രത്തോളമാണ് മഹത്വം, എത്രത്തോളമാണ് അതിൻ്റെ പ്രാധാന്യം. അതൊക്കെ നമ്മൾ ഈമാനോടെ ഇഹ്തിസാബോടെ ചെയ്യണം. തൗഹീദില്ലാത്തവന്റെ നിസ്കാരം റബ്ബിന് വേണ്ട, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, അതേപോലെയുള്ള ശിർക്കിന്റെ പ്രവർത്തനങ്ങളോ കുഫറോ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിധത്തിലായിരിക്കണം മനുഷ്യന്റെ ജീവിതത്തിന്റെ അമലുകളൊക്കെ ചെയ്യേണ്ടത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഖദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ അവന്റെ ഗതകാല ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നാം ഏറെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ദുആ നമ്മൾ ധാരാളമായി അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. എഴ്തികാഫിന് സാധ്യമാകുന്നവരത് ചെയ്യണം. എഴ്തികാഫിന്റെ പൂർണ്ണമായ രൂപം അതിൻ്റെ 10 ദിവസവും നമ്മൾ പള്ളിയിൽ തന്നെ പ്രവേശിക്കലാണ്. 20ന്റെ മഗ്രിബിന്റെ മുമ്പ് അഥവാ 21ാം രാവിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് എഴ്തികാഫ് ഉദ്ദേശിക്കുന്ന പള്ളികളിൽ കയറി പൂർണ്ണമായും പെരുന്നാൾ പിറ കണ്ടതിന്റെ ശേഷം പുറത്ത് കിടക്കലാണ് പൂർണ്ണമായ എഴ്തികാഫിന്റെ റമദാനിലെ 10 ദിവസത്തെ എഴ്തികാഫ്. ഇനി ഒരു ദിവസം നിരിക്കാൻ സാധിക്കുന്നവരുണ്ടാകും, പൂർണ്ണമായി ഒരു ദിവസം രാവും പകലും സാധിക്കുന്നവരുണ്ടാകും. ഇനി അതിനും സാധിക്കാത്തവർ രാത്രി മാത്രം സാധ്യമാകുന്നുവെങ്കിൽ മഗ്രിബിന്റെ മുമ്പ് പള്ളിയിലെത്തി അതുപോലെ തന്നെ ഫജർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മാത്രം പുറത്തേക്ക്, സൂര്യോദയത്തിന്റെ ശേഷം പുറത്തേക്ക് ഇറങ്ങുക. ഈ വിധത്തിലൊക്കെ നമുക്ക് നിർവഹിക്കാം. ഇതൊക്കെ എഴ്തികാഫുകളായി ഗണിക്കപ്പെടും. അതൊന്നുമല്ലാതെ പള്ളികളിൽ ഇരുന്നാലുള്ള പ്രതിഫലത്തിന്റെ മഹത്വം ഓർത്തുകൊണ്ട് പള്ളികളിൽ ഇരിക്കുന്ന ഓരോ സെക്കൻഡുകൾക്കും തീർച്ചയായും പുണ്യമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. എന്തായിരുന്നാലും എന്തൊക്കെ നന്മകൾ അധികരിപ്പിക്കാമോ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, സദഖകൾ തുടക്കത്തിലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റമദാനിലെ എല്ലാ ദിവസങ്ങളിലും എല്ലാ രാവുകളിലുമൊക്കെ എന്താണ് കഴിയുക എങ്കിൽ അല്പമെങ്കിലും സദഖകൾ ചെയ്യുക എന്ന്. ഇനി മുതലുള്ള ദിവസങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്ന തുകയുടെ അളവ് കൂട്ടുക.
കാരണം ഖദറിന്റെ രാത്രിയിൽ പെടാവുന്ന ഏത് രാത്രിയിലാണ് വരുന്നത് എന്ന് നമുക്കറിയില്ല. അങ്ങനെ സദഖയുടെ കാര്യം ശ്രദ്ധിക്കുക, ദുആകൾ അധികരിപ്പിക്കുക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. റബ്ബിന്റെ ഓഫറാണത്. അവിടെ ഇടത്തെട്ടുകാരില്ല, അവിടെ മറ്റാരെങ്കിലും ചൂഷണക്കാരില്ല. റഹ്മാനായ റബ്ബിനോട് പറഞ്ഞോളൂ. ആരെങ്കിലും പറയുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ കേട്ട് ആമീൻ പറയുന്നതിനേക്കാളും അപ്പുറം അവരവരുടെ മനസ്സ് തട്ടിക്കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങളുടെ കാര്യം പറയൂ. ഒറ്റക്കിരുന്നു കൊണ്ട് പറയൂ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയൂ. ആരും നിങ്ങളെ ശ്രദ്ധിക്കാനില്ല. നിങ്ങളും യജമാനനായ റബ്ബും തമ്മിൽ നടക്കുന്ന കാര്യമാണത്. ആ സമയത്ത് പാപത്തിന്റെ കറകളെ കുറിച്ച് മഗ്ഫിറത്ത് ലഭിക്കാതെ ഒരാൾ റമദാനിൽ നിന്ന് കടന്നു പോകുന്നുവെങ്കിൽ അവനേക്കാൾ നഷ്ടകാരികൾ മറ്റാരാണെന്നും അത്തരത്തിലുള്ള ആളുകൾ മുഖം കുത്തി നരകത്തിൽ വീഴുന്നവരവസ്ഥയായിരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവമോർത്തുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ പ്രമാദമായ പ്രസിദ്ധമായ ഒരു സംഭവം നമ്മളൊക്കെ കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ രാത്രിയെ ഹയാത്താക്കുവാനും ഈ രാവ് നഷ്ടപ്പെടാതിരിക്കുവാനും, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ നമ്മുടെ സമയങ്ങൾ കവരും. അതിലേക്ക് പോയാൽ, അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിലേക്ക് പോയാൽ, തെറ്റായ സംസാരങ്ങളിലേക്ക് പോയാൽ അതൊക്കെ നമ്മുടേതായ നന്മകളെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മുമ്പിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കിനി കിട്ടാനില്ലാത്തവർ റമദാനായിരിക്കാമെന്ന മനസ്സിൻ്റെ അകത്ത് നല്ലോണം അത് മനസ്സിനെ പഠിപ്പിച്ച് ആവുന്ന വിധത്തിലൊക്കെ ഏതൊക്കെ നന്മകളാണോ നമുക്ക് ചെയ്യാനാവുക ആ ചെയ്യാനാകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ ഹയാത്താക്കുവാൻ, ഇനി വരാനുള്ള ദിനരാത്രങ്ങളെ ഹയാത്താക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ആ രാവിൻ്റെ മഹത്വം, അനുഗ്രഹം ലഭിക്കപ്പെട്ടിട്ടുള്ള ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ, കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, പാപങ്ങൾ അകിലും പൊറുത്തു തരുമാറാകട്ടെ. ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന വേളയിൽ ഞാൻ എന്താണ് എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്ന ചോദ്യം മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മുസ്തഫയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ അധികരിപ്പിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ ഏറ്റവും കൂടുതൽ വിട്ടുപുറത്തു മാപ്പാക്കുന്നവനാണ്. ഇന്നക അഫുവ്വുൻ എന്നല്ല, പലരും തെറ്റിയാണ് പറയാറുള്ളത്. ഇന്നക അഫുവ്വുൻ എന്നല്ല, ഇന്നക അഫുവ്വുൻ. ഫാഇന് ദമ്മ്, വാവിന് ശദ്ദും ഡബിൾ ദമ്മും. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ, നീ ധാരാളമായി വിട്ടുവീഴ്ചയും മാപ്പും നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു. അവിടെ അഫുവ് എന്നാണ്. തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ എന്നോട് നീ മാപ്പാക്കണം, എന്നോട് പൊറുക്കണം, എൻ്റെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നിരന്തരമായ എത്രത്തോളം അത് അധികരിപ്പിക്കുവാൻ സാധിക്കുമോ മഗ്ഫിറത്ത് ലഭിക്കാതെ ഈ മാസത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞു കടന്നു പോകരുത്. തൗബ എന്താണ്? ആരെങ്കിലും പറയുന്ന വാചകങ്ങൾ ഏറ്റുപറയലല്ല. അവനവന്റെ മനസ്സ് അത് പൊട്ടിക്കരഞ്ഞ റഹ്മാനായ റബ്ബിനോട് ഒറ്റക്കിരിക്കെ. റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ, ഒരു മനുഷ്യനതാ ഒറ്റക്കൊഴിഞ്ഞിരിക്കുന്നു. അവനെ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഒരു വേള അവൻ്റെ കുടുംബം പോലും അറിയുന്നില്ല. അവൻ ഒറ്റക്കൊഴിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനെ ഓർക്കുകയാണ്, തൻ്റെ പാപങ്ങൾ ഓർത്തു. എത്രയാണ് റബ്ബെ, അറിയുന്നതും അറിയാത്തതും ചെറുതും വലുതുമായ എന്തൊക്കെയാണ് കഴിഞ്ഞു കടന്നുപോയത്. അത് മനസ്സിൽ കൊണ്ടുവരിക. ഓർക്കുന്നതും അറിയുന്നതും അറിയാത്തതും ഒക്കെ ഉണ്ടാകും, പലതുമുണ്ടാകും. വൻ പാപങ്ങൾ ഓർത്ത് അത് എണ്ണി പറയണം.
അള്ളാഹുവിനോട് കൃത്യമായി ഇനി റബ്ബേ ആ പാപങ്ങളെക്കുറിച്ചുള്ള അഗാധമായ ഖേദം എനിക്കുണ്ടെന്ന് എൻ്റെ റബ്ബിന് മനസ്സിലാകണം. അതാണ് കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ചുള്ള അഗാധമായ ഖേദം. അത് നാവുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഖേദമല്ല, എൻ്റെ ഖൽബ് റബ്ബിനറിയണം, അത് റബ്ബിനറിയാം. ഇനി ഒരിക്കലും അത്തരം ഒരു പാപത്തിലേക്ക് പോകില്ല എന്ന ദൃഢനിശ്ചയമുണ്ടാകണം. അതാ തൗബ. അല്ലാതെ അവസരം കിട്ടിയാൽ, റമദാൻ കഴിഞ്ഞാൽ, ശവ്വാൽ പിറകണ്ടാൽ ഇനി എനിക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിക്കാം, ഇപ്പൊ ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണെന്നാണോ ചിന്തിക്കുന്നത്? വൃഥാവിലാണ് ആ തൗബ. ഞാൻ പോകുന്ന ജീവിതത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല റബ്ബേ, ഇനി മുതൽക്ക് എൻ്റെ ജീവിതം ശുദ്ധമായിരിക്കും അല്ലാഹ് എന്ന കൃത്യമായ നിലക്ക് റഹ്മാനായ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. നിരവധി അനവധി വാചകങ്ങളുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അൽ ഹയ്യുൽ ഖയ്യൂം ലാ വഅതൂബു ഇലൈഹി. ധാരാളം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. എനിക്ക് പറയാൻ ഇവിടെ സമയങ്ങൾ ഇല്ലല്ലോ. സഹോദരങ്ങളെ, ആലോചിക്കുക, വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. മഗ്ഫിറത്ത് റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ മറ്റുള്ള ആരോടെങ്കിലും വല്ല പണക്കങ്ങളും വ്യക്തിപരമായി നിലനിൽക്കുന്നുണ്ടോ? തീരാതെ തൗബ, ആ വിഷയത്തിലെ തൗബ അത് സ്വീകാര്യമാവുകയില്ല. പരലോക കോടതിയിലേക്ക് ഒരു പണക്കങ്ങളും മാറ്റിവെക്കണ്ട. അവിടെ നമ്മുടെ പിണക്കങ്ങൾക്ക് പകരം കൊടുക്കുക നമ്മുടെ കർമ്മങ്ങളായിരിക്കും എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. സാമ്പത്തിക ഇടപാടുകളുണ്ടോ? സക്കാത്ത് കൊടുത്തു തീർക്കാനുണ്ടോ? അല്ലെങ്കിൽ സക്കാത്തിന്റെ കുടിശ്ശികകളുണ്ടോ? ചിന്തിക്കണം. അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ. ആരാനെ പറ്റിച്ചുകൊണ്ട് ധനമുണ്ടാക്കിയോ? കമ്പനിയുടെ ഓണർ അറിയാതെ തൻ്റെതായ ഇൻവോയ്സ് ലിസ്റ്റിൽ, അതല്ലെങ്കിൽ പട്ടികയിൽ, അതല്ലെങ്കിൽ ബില്ലിൽ ആ കമ്പനിക്ക് വേണ്ടി ഞാൻ സാധനം വാങ്ങുന്നുവെങ്കിൽ മറ്റൊരിടത്ത് നിന്ന് നിങ്ങൾ ഇല്ലാത്ത വില കൂട്ടി എഴുതണം. 100 ദിർഹമിന്റെ സാധനത്തിൽ നിങ്ങൾ 120 എഴുതി തരണം. എന്നിട്ട് മുതലാളിയുടെ കയ്യിൽ കൊണ്ടുപോയി 120 ഇതിന്റെ വില എന്ന് പറഞ്ഞ് 120 വാങ്ങിയിട്ട് 20 തന്റെ പോക്കറ്റിലേക്കിട്ട് 100 കമ്പനിയിൽ അടച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകാം. വലിയ എമൗണ്ടുകൾ പറ്റിച്ചവരുണ്ടാകും, ലക്ഷങ്ങൾ പറ്റിച്ചവരുണ്ടാകും. അനർഹമായ നിലക്ക് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എത്രത്തോളം കടുത്ത വഞ്ചനയാണ് അവൻ ചെയ്യുന്നത്. തന്നെ ജോലിക്ക് നിർത്തിയിട്ടുള്ള മുതലാളിയോട് ചെയ്യുന്ന വിശ്വാസ വഞ്ചന, അതേപോലെ തന്നെ മോഷണം എന്ന് പറയുന്ന ഗുരുതരമായ പാതകം എല്ലാം അടങ്ങി നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. പ്രവാസികളെ, ബിസിനസ്സുകാരെ, സെയിൽസിന്റെ ഉദ്യോഗസ്ഥന്മാരെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ, സാധനങ്ങൾ വാങ്ങുന്നവരെ, ആരാവട്ടെ, ചെറുതോ വലുതോ എന്നുള്ളതല്ല, അനർഹമായ ഒരു ഫിൽസ് ഉണ്ടെങ്കിലും നാം മനസ്സിലാക്കുക, അത് നമ്മുടേതായ ധനത്തിൽ കൂടി കലർന്നുകൊണ്ടുള്ള ഒരു തൗബ അത് സ്വീകാര്യമാവില്ല. പണം കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുത്തേക്കണം. അതല്ലെങ്കിൽ അതിനുള്ള വഴികൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അതറിയാവുന്ന ഉലമാവിനോട് ചോദിച്ചു പഠിച്ചേക്കണം. എന്തായിരുന്നാലും ആ മേഖലയിലും സൃഷ്ടികളുമായുള്ള ഇടപാടുകളിലും ഏതെങ്കിലും കാര്യങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടല്ലാതെ റഹ്മാനായ റബ്ബ് നമ്മുടെ ഖദറിന്റെ രാത്രിയിൽ ദുആ പോലും സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗൗരവമുള്ള വിഷയങ്ങളാണ്, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും തൗബ എന്ന് പറയുമ്പോൾ അത് അവനവൻ്റെ മനസ്സ് അവരവർക്കാണ് അറിയുക, അവരവരുടെ കാര്യങ്ങൾ അവരവർക്കാണ് അറിയുക. അത് ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ നിലക്ക് മഗ്ഫിറത്ത് ലഭിക്കപ്പെടുന്നവരിൽ, സ്വർഗം ലഭിക്കപ്പെടുന്നവരിൽ, നരകമോചനം ലഭിക്കപ്പെടുന്നവരിൽ റഹ്മാനായ റബ്ബിൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ നമ്മൾ പറയുന്നു. നമ്മുടെ കാര്യം, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം, മക്കളുടെ കാര്യം, ബന്ധപ്പെട്ടവരുടെ കാര്യം, നമുക്കറിയാവുന്നവർ അല്ലാത്തവർ, നമ്മുടെ ഉലമാക്കൾ, നമ്മെ പഠിപ്പിച്ചവർ, അറിവ് നൽകുന്നവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതികൾക്ക് വേണ്ടി നിരന്തരമായി അണമുറിയാത്ത പ്രാർത്ഥനകൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രയും അല്ലാഹുവിന് ഇഷ്ടമാണ്. പ്രാർത്ഥിച്ചു കുഴങ്ങുമ്പോൾ ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, തസ്ബീഹുകൾ അധികരിപ്പിക്കുക. അത് മടുക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക. എന്താണോ മടുത്തുകൊണ്ടല്ല ചെയ്യേണ്ടത്. ഒരു കർമ്മം മടുത്താൽ മറ്റൊന്ന് ചെയ്യുക. ഇങ്ങനെ മടുപ്പില്ലാതെ ഉന്മേഷത്തോടു കൂടി വരാൻ പോകുന്ന ദിനരാത്രങ്ങളെ ഏറ്റവും കൂടുതൽ സജീവമാക്കിക്കൊണ്ട് നിലനിർത്തി അല്ലാഹുവിനോട് നിരന്തരമായ തൗബയിലൂടെ, പശ്ചാത്താപത്തിലൂടെ നമ്മുടെ പാപത്തിന്റെ കറകൾ അങ്ങനെ കഴുകിക്കളയുവാനുള്ള അസുലഭമായ ഈ അവസരങ്ങളെ ഗൗരവത്തോടെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്
അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും പരിക്കുകൾ പറ്റിയും വലിയ രോഗങ്ങൾ കൊണ്ടുമൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് വീടുകളിലും ആസ്പത്രികളിലുമുണ്ട്. റഹ്മാനായ റബ്ബേ, നീ അവർക്കെല്ലാം പരിപൂർണ ശിഫ നൽകണമേ. പൂർണ്ണമായ ആഫിയത്ത് നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് മടങ്ങി വരുവാൻ എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറുകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم وفق ولاة أمورنا لما تحبه وترضاه. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.